കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്പർ അനോളജി ഉണ്ടല്ലോ, അതിനുള്ള ബാക്കി തന്നെയാണ്. നമ്പേഴ്സ് തന്നെ സെറ്റ് ആയിട്ട് തരും. ഒരു വ്യത്യാസമുണ്ട്. ഇതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ സെറ്റ് ഈ സെറ്റ് നമ്മളിങ്ങനെ ഡബിൾ ബ്രാക്കറ്റിനകത്ത് എഴുതും. അങ്ങനെയൊന്നും വേണ്ട. അത് ഗ്രൂപ്പ് എന്നുള്ള അർത്ഥം 3, 7, 15 എന്നുള്ള ഒരു സെറ്റ് എടുത്തു. ഡബിൾ ബ്രാക്കറ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് പൊതുവെ തരുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള സെറ്റ് ഏതെന്നാണ്. ഓപ്ഷനില് 2, 6, 10 ഉണ്ട്. അടുത്ത് ഇതാണ് ഒരാൾ. അടുത്തത് 4, 8, 18. അടുത്തത് 5, 9, 17. അടുത്തത് 7, 12, 19. ഈ സെറ്റിന് സിമിലാരിറ്റി ഉള്ള സെറ്റ് ഏതെന്നാണ് ചോദ്യം. ഇവിടെ ഇവര് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതേപോലത്തെ റിലേഷൻ ഇതിലും പറഞ്ഞു. ഇവിടെ നോക്കൂ, ഈ 3യുടെ കൂടെ 4 ആഡ് ചെയ്തപ്പോഴല്ലേ ഈ രണ്ടാമത്തെ 7 കിട്ടിയത്. അതുപോലെ 7ന്റെ കൂടെ ഇതിന്റെ ഡബിൾ ആകുന്ന 8 ആഡ് ചെയ്തു, 15 കിട്ടി. അങ്ങനെ ഒരു റിലേഷൻ ഇവിടെ ഉണ്ട്. 3 + 4 ആണ് 7, 7 + 8 ആണ് 10. ഇവിടെ 4 ആഡ് ചെയ്തു, ഇവിടെ 8 ആഡ് ചെയ്തു. അതേപോലെ വരുന്നുണ്ടോ? ഇതാണ് 4 ആഡ് ചെയ്യുമ്പോൾ 9, 8 ആഡ് ചെയ്യുമ്പോൾ കിട്ടും അല്ലേ? വേണ്ടോ? 5 + 4 അല്ലേ 9, 9 + 8 അല്ലേ 17. സോ അതിന് സിമിലറായിട്ട് വരുന്ന സെറ്റ് അതായിരിക്കും. എന്താണോ തരുന്ന സെറ്റിലുള്ള റിലേഷൻ പ്രോപ്പർട്ടി, അതേ പ്രോപ്പർട്ടി ഇതിനകത്ത് വരുന്ന വേറെ ഏത് സെറ്റ് ഉണ്ട്, ഈ 4 അതിൽ ഏതാണ് അങ്ങനെയുള്ള സെറ്റ് ഒന്ന് കണ്ടുപിടിക്കാത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 6, 36, 63, 7, 49, 98. ഇതാണ് ഒരു സെറ്റ്. അടുത്തത് 8, 64, 46. ഇത് വേറെ ഒന്ന്. ഓരോന്നും ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടില്ല. അടുത്തത് 9, 84, 45. അടുത്തത് 11, 111, 84. ഈ 4 ഏതാണ് ശരി ഉത്തരം? എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഇതിലെ ആദ്യത്തെ 6ന്റെ സ്ക്വയർ അല്ലേ രണ്ടാമത് 36. ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ആണ് 36 അല്ലേ? എന്നിട്ട് ഈ 36നെ തിരിച്ചെഴുതുമ്പോഴാണ് 63. ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 63. അതുപോലെ വരുന്ന ഇതാണ് 8ന്റെ സ്ക്വയർ ആണ് 64. ആ 64ന്റെ ഡിജിറ്റ്സ് തിരിച്ചെഴുതുമ്പോൾ 46 കിട്ടും. മനസ്സിലായോ? ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ആണ് സെക്കൻഡ് ടേം. തേർഡ് ടേമോ സെക്കൻഡ് ടേമിലെ ഡിജിറ്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടുന്നത്. മനസ്സിലായോ? സെക്കൻഡ് നമ്പറിലെ ഡിജിറ്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ തേർഡ് നമ്പർ കിട്ടും. അടുത്ത മൂന്നാമത്തത്, 8, 56, 72. 7, 56, 63. 3, 15, 24. 6, 42, 54. അടുത്തത്
5, 30, 35. എന്തുണ്ട് റിലേഷൻ? എട്ട് 56 72 72 8 56 72 ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അതേ റിലേഷൻ വരുന്ന ഇതിലാണ് സിമിലാരിറ്റി. ഇതിലെല്ലാത്തിലും 8 കോമൺ ആയിട്ടുണ്ടോ? അതുപോലെ ഇതിൽ എല്ലാത്തിലും 3 കോമൺ ഉണ്ടോ? ഇങ്ങനെയാണ്. പിന്നെ ഇതിൽ 5 കോമൺ, ഇതില് 6 കോമൺ. അങ്ങനെ നമുക്ക് കോമൺ ഫാക്ടർ ഉണ്ടാകാം, പക്ഷെ കോമൺ ഫാക്ടർ പലതിലും ഉണ്ട്. അപ്പൊ അതല്ല. നോക്കൂ, 8 രണ്ടാമത് 8 into 7 അല്ലേ 56. അടുത്തത് 8 into 9 അല്ലേ 72. അങ്ങനെയാണ് വരുന്നത് റിലേഷൻ. into 7 into 9. ഇതിനെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതിനെ 9 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതേ രീതിയിൽ വരുന്നതുണ്ടോ? ആദ്യം 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഉണ്ടായി. ഇത് വരും 6 into 7 എത്ര? 42. 6 into 9 54. ഫസ്റ്റ് ടൈം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം തന്നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് ടൈം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഏതാണ് ആൻസർ? മൂന്നാമത്തെ ഓപ്ഷനാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അടുത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ. 4, 9, 25. 4, 25, 36. അടുത്ത 9, 16, 25. അടുത്ത 4, 16, 36, 9, 25, 49. ഇതെല്ലാരും പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. ഇതെല്ലാരും പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. ആ പ്രോപ്പർട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാത്തിലും ഇല്ലേ. ആ പെർഫെക്റ്റ് സ്ക്വയർസിന് തന്നെ വേറെ എന്തോ റിലേഷൻ ഉണ്ട്. ഇതാരാണ്? 2 സ്ക്വയർ ആണ്. ഇതാ 3 സ്ക്വയർ. ഇതാരാ? 5 സ്ക്വയർ ആണ് അല്ലേ. ഇതോ 2 സ്ക്വയർ, ഇത് 5 സ്ക്വയർ, ഇത് 6 സ്ക്വയർ ആണ്. ഇതോ 3 സ്ക്വയർ, ഇത് 4 സ്ക്വയർ, ഇത് 5 സ്ക്വയർ ആണ്. ഇതോ 2 സ്ക്വയർ, 4 സ്ക്വയർ, 6 സ്ക്വയർ ആണ്. ഞാൻ എല്ലാം എഴുതി. 3 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ. ഇതിനകത്തൊരു പ്രത്യേകതയാണ്. ഈ 2 + 3 5 ആണ്. സ്ക്വയർ ഇല്ലാതെ എടുത്താലേ, സ്ക്വയർ ഇല്ലാതെ, അതായത് സ്ക്വയർ റൂട്ട്സിന്റെ സം. ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ റൂട്ട്സിന്റെ സം എന്ന് പറയുന്നത് ലാസ്റ്റിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അങ്ങനെ വരുന്നത് ഇവിടെ 2 + 5 7 വരണ്ടേ. 3 + 4 7, 3 + 5 8. അതായത് 6, 6. അങ്ങനെ വരുമ്പോ ഇത് മനസ്സിലായോ? ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ റൂട്ടിന്റെ സം ഓഫ് സ്ക്വയർ റൂട്ട് ഈസ് സെയിം ആസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി തേർഡ് നമ്പർ. ഇവിടെ 2 സ്ക്വയർ + 3 2 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ ആണ്. അപ്പൊ 2 + 3 5 ആണ്. അതുപോലെ ഇത് 2 സ്ക്വയർ 4 സ്ക്വയർ 6 സ്ക്വയർ ആണ്. 2 + 4 6 ആണ്. മനസ്സിലായോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ. അടുത്തത് 5, 15, 40. ഇവിടെ 2, 4, 15, 3, 18,
36, 7, 15, 21, 9, 36, 47. ഇതിലെന്ത് പറയാൻ പറ്റും? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 20. അതിന്റെ ഡബിളാണിത്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാൻ കോമണായിട്ട് നോക്കുമ്പോൾ ഇല്ല. ഇതിന് ഇത്രയേ ഉള്ളൂ. ഇവരെല്ലാവരും മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. അതായത് കോമൺ ഫാക്ടർ ഉണ്ട്. 5 എന്ന കോമൺ ഫാക്ടർ ഉണ്ട്. ഇതിലൊന്നും കോമൺ ഫാക്ടർ ഇല്ല. രണ്ടിലും 2 ഉണ്ട്. പക്ഷെ ഇത് ഇല്ലല്ലോ. ഇത് ഓട് നമ്പറല്ലേ. ഇവിടെ ഇത് രണ്ടെണ്ണത്തിലും 3 ഉണ്ട്. ഇതിനില്ല. ഇതിലാണെങ്കിലോ ഇത് രണ്ടിലും 3 ഉണ്ട്. ഇതിനില്ല. 3ലും കോമൺ ആയിട്ട് ഇതിലുണ്ട്. 3 ഉണ്ട്. 3, 18, 33. അതിൽ 3ലും 3 എന്ന കോമൺ ഫാക്ടർ ഉണ്ട്. ഇതില് 5 എന്ന കോമൺ ഫാക്ടർ ഉണ്ട്. സെയിം തരം വേണമെന്നില്ല. കോമൺ ഫാക്ടർ എന്നുള്ള ആ ഒരു സിമിലാരിറ്റി മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ചോദിച്ചത് കൊണ്ട് പറയുന്നു. ഇങ്ങനെയാണ് തരുന്നത്. ഒരു ഓപ്ഷൻസിൽ 8, 12, 19, അടുത്ത് 11, 9, 30, അടുത്ത് 8, 19, 11, 5, 13, 11. എന്ത് തോന്നുന്നു? കോമൺ ഫാക്ടർ ഒന്നുമില്ല. 3ലും കോമൺ ആയിട്ട് ആരുമില്ല. ഇതിലൊക്കെയാണെങ്കിൽ രണ്ടെണ്ണത്തിൽ 2 കോമൺ ഫാക്ടറുകളുണ്ട്. ഇതിലാണെങ്കിൽ 3ലും കോമൺ ഫാക്ടർ ഇല്ല. ഇതിലും 3ലും കോമൺ ഫാക്ടർ ഇല്ലല്ലോ. ഉണ്ടോ? ഇതിലും ഇല്ല. ഇതിലുമില്ല. അങ്ങനെ രണ്ടാൻസർ ഒന്നുമില്ല. കോമൺ ഫാക്ടർ ഇല്ല എന്നുള്ളൊരു കോമൺ പ്രോപ്പർട്ടി പറഞ്ഞാൽ 2 ആൻസറുണ്ട്. പക്ഷെ അതല്ല. മനസ്സിലാകുന്നുണ്ട്. വേറെ എന്തോ നോക്കാം. ഇതെല്ലാം സം ചെയ്ത് നോക്കി. 17 + 13 + 20 എത്ര? 50 അല്ലേ? സം ഓഫ് നമ്പേഴ്സ് 50. അതോ 50 ഇട്ടുന്നെങ്കിലും ഉണ്ടാവും. വരുമല്ലോ. ഇത് 11 + 9 + 30 അത് 50 ആണ്. ഇതിന് സിമിലർ ഇതാണ്. എന്നാൽ സം ഓഫ് നമ്പേഴ്സ് ഈസ് 50 എന്നുള്ള പ്രോപ്പർട്ടി മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആൻസർ ആയിരിക്കും. ചെയ്യേണ്ട മെത്തേഡ് ഒരു കോമൺ മെത്തേഡൊന്നും ഇതിനകത്ത് ഇല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് ശരിയായി. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിങ്ങനെ ചെയ്ത് പഠിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൺ സെറ്റ് ഈസ് 14, 23. എല്ലാവരും 3 4 എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? വെറൈറ്റി ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 6 അല്ലേ? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അതിന്റെ പകുതിയാണ് ഇത്. മനസ്സിലായോ? 20 - 14/2 ആണ് 3. ഡിഫറൻസിന്റെ പകുതി 6/2, 6/3. അതുപോലെ ഇതിൽ വരുമല്ലോ 13 - 7/2. 13 - 7/6, 6/2. ഒന്നും കാര്യം ശരി. വേറെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. വരുന്നതിൽ ഇതേ ഉള്ളൂ. വേറെ ഒന്നും നടക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ. 1, 5, 12.
7, 11, 35. 4, 8, 24. 10, 14, 44. 9, 13, 42. ഇങ്ങനെയാണോ വരിക? എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? കോൺ ഫാക്ടർ ഒന്നുമില്ല. നമുക്ക് ഇവിടെയും കോൺ ഫാക്ടർ ഇല്ല, പലതിലും. ഇതിലും കോൺ ഫാക്ടർ ഇല്ല, ഇതിലും കോൺ ഫാക്ടർ ഇല്ല. അതുമായിട്ടുള്ള ബന്ധമല്ല. ഇതിന് മെനക്കേടാണ്. ഇത് കുറെ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴും പല രീതിയിൽ ആലോചിക്കാൻ തോന്നും കേട്ടോ. നോക്കൂ, ഇവിടെ 5+1. നേരത്തെ ഞാൻ ഡിഫറൻസ് എടുത്തത് സം എടുത്തു. 5+1 എത്ര? 6 അല്ലേ? ഇൻറ്റു 2 എടുക്കുക. 12. ഇതിന്റെ സമ്മിന്റെ ഡബിളാണിത്. അതുപോലെ വരുമ്പോ ഇത് വരും. ഇതിന്റെ സമ്മിന്റെ ഡബിൾ 24. ആദ്യത്തെ രണ്ടുപേരുടെ സമ്മിന്റെ ഡബിൾ എടുക്കുമ്പോൾ തേർഡ് നമ്പർ കിട്ടും. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു റിലേഷൻ. ഇതിന്റെ സിമിലർ കേസ് അതുപോലെയുള്ള ആ ഒരു സിമിലാരിറ്റി വരുന്നില്ല. ഐഡിയ വരുന്നുണ്ടോ? നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസ് വരും. കുറേ നമ്മൾ ഇതിനെ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ.